എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ചൂടുകാലമൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു കുറവുണ്ട്. എന്താ വെച്ചാൽ കേരളത്തിൽ 2 ദിവസമായിട്ട് ഭയങ്കര മഴയുണ്ട്. അപ്പോൾ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഫുൾ ടൈം മഴ തന്നെയായിരുന്നു. അപ്പം നമുക്ക് ഇന്ന് ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ നല്ലൊരു ബജിയ ഉണ്ടാക്കാം. ചെറുപയറിൻ്റെ ഒരു ബജിയ. ചെറുപയർ പരിപ്പ് നമുക്ക് ഈ പച്ച ഇതുള്ളത് മൂങ് ദാൾ എന്ന് പറയും ഹിന്ദിയിൽ. ഗ്രീൻ ഗ്രാം, ഇംഗ്ലീഷിൽ ഗ്രീൻ ഗ്രാം എന്ന് പറയും. അത് കുട്ടികൾക്കൊക്കെ വളരെ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും എല്ലാവർക്കും അത് വേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഈ മൂങ് ദാൾ സാധാരണ കറി വെച്ച് കഴിഞ്ഞാൽ ആർക്കും അത്ര വലിയൊരു ഇഷ്ടമില്ല. പറഞ്ഞ പോലെ പുട്ടിനുമൊക്കെ ഇവിടെ കറി വെക്കാറുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ എങ്കിലും ഈ മൂങ് ദാളിൻ്റെ ഒരു ബജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹരാജ് ബജിയ ഭയങ്കര ടേസ്റ്റാണ്. ഇത് പുതിന ചട്നി അത് ഞാനൊന്ന് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട്, എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കാനുള്ളത്. അപ്പം ബജിയ ഉണ്ടാക്കാനായിട്ടുള്ള മാവ് തയ്യാറാക്കാനുള്ള സാധനങ്ങൾ: 1 കപ്പ് ചെറുപയർ പരിപ്പ്, അത് നമ്മൾ കുതിർത്തിയതിന് ശേഷം നന്നായി വാഷ് ചെയ്ത് എടുക്കണം. പിന്നെ സവാള, ഒരു ചെറിയ 2 സവാള എടുക്കുക, അത് ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിയണം. പിന്നെ പച്ചമുളക് ആവശ്യാനുസരണം, നമ്മുടെ എരിവിനനുസരിച്ച് ഞാനിവിടെ ഒരു 5-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പാകത്തിന് നിങ്ങൾക്ക് എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ എരിവ് കുറച്ചെടുത്താൽ മതി. പിന്നെ ഇഞ്ചി അതുപോലെ ഒരു 2 സ്പൂൺ ഇഞ്ചി. പിന്നെ മല്ലിയിലയും ചെറുതായി അരിഞ്ഞത് നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞത് എടുക്കുക. സാധാരണയായി ഇത് വെള്ളത്തിൽ കുതിർത്തേണ്ടത് ഒരു 4-5 മണിക്കൂർ ചെറുപയർ പരിപ്പ് നല്ല വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി നമ്മൾ കുതിർത്താനായിട്ട് ഇടണം. എന്നാൽ പിന്നെ പെട്ടെന്ന് കുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് അരച്ച് മാവാക്കി എടുക്കാൻ എളുപ്പമായിരിക്കും. നമുക്കിനി മാവ് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് മാവ് ഫ്രിഡ്ജിൽ ജസ്റ്റ് ഒന്ന് അരയ്ക്കുക. ഇത്രയും ഏകദേശം ഇത്ര അളവ് മതി. അരയ്ക്കുന്ന വെള്ളവും ഏകദേശം ഈ ഒരു ജസ്റ്റ് ഇങ്ങനെ ഇഡലി മാവിൻ്റെയൊക്കെ പോലെ അങ്ങനെ ജസ്റ്റ് ഇടുന്ന ആ ഒരു ടൈപ്പിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇതിനകത്തിടാം. പച്ചമുളക് ആവശ്യാനുസരണം, ഇഞ്ചി, മല്ലിയില, ഉപ്പ് സ്വാദാനുസരണം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ചിലർക്ക് നല്ല ഉപ്പ് വേണം, ചിലർക്ക് പാകത്തിന് മതി. അപ്പോൾ ഞാൻ ഏകദേശം ഇത്രയും ഉപ്പ് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഈ സമയത്ത് ഉപ്പൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം, നന്നായിട്ട് ഇളക്കി പാകമല്ലേ എന്ന് ഉപ്പ് നോക്കണം. പാകമാണ്. കട്ട് ചെയ്തോ. ഗ്യാസ് കത്തിക്കാം. നന്നായി ചൂടാവട്ടെ. എപ്പോഴും നമ്മൾ ഉരുളിയോ കടായോ ചീനിച്ചട്ടിയോ എന്തെങ്കിലും നമ്മൾ അടുപ്പത്ത് വയ്ക്കുമ്പോൾ നല്ലോണം വെള്ളം മാറിയതിന് ശേഷം മാത്രമേ എണ്ണ നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ. ഇത് വറക്കുവാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാലാണ് നമുക്കൊരു ഫ്രഷ്നെസ്സും പിന്നെ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ലൊരു ഫ്ലേവർ, നോർത്ത് ഇന്ത്യൻ ഒരു ഫ്ലേവർ വരണമെങ്കിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യണം. എണ്ണ നന്നായി ചൂടാവട്ടെ. ഇനി നമ്മൾ ബജിയ ഉണ്ടാക്കാനായിട്ട് എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞതിന് ശേഷം ഏകദേശം 20 നല്ലോണം പാകമായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയ ബോൾസായിട്ട് നമ്മൾ ഇടണം. ഗ്യാസ് സിമ്മിൽ വെക്കണം.
അപ്പോൾ ഏകദേശം മുറുമുറാന്ന് ആയിട്ടുണ്ട്, ഒരു ബ്രൗണിഷ് കളറായിട്ട് ആയിട്ടുണ്ട്. ഇത്രയേ വേണ്ടൂ. നമ്മൾ നന്നായിട്ട് കോരിയെടുക്കുക. ബജിയുടെ കൂടെ കഴിക്കാനായിട്ട് നമുക്കൊരു ചട്നി ഉണ്ടാക്കാം. ഒരു മാങ്ങയുടെ ചട്നിയാണിത്. ഇത് നല്ല ഒരുവിധം മൂത്ത പാകമായ ഒരു മാങ്ങ എടുക്കുക, നല്ല പുളിപ്പുള്ള മാങ്ങ എടുക്കുക, കുറച്ച് പുതിന ഇല എടുക്കുക, കുറച്ച് പച്ചമുളക്, ഇഞ്ചി, നല്ല ഫ്രഷ് തൈര്. ഇത്രയുമാണ് നമ്മൾ ചട്നിക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും വേണ്ട സാധനങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. ഇഞ്ചി, തൈര്, പച്ചമുളക് വേണ്ടത്. അതിൽ ബജിയിൽ നല്ലോണം പച്ചമുളക് ഇട്ട കാരണം ഞാനിവിടെ അധികം പച്ചമുളക് ഇടുന്നില്ല. പിന്നെ നമ്മുടെ പുതിനാല, പിന്നെ ഉപ്പ്, പിന്നെ മാങ്ങ ഒരു കഷ്ണം തോല് ചെത്തിയിട്ട് മാങ്ങ ഇതിലേക്ക് ഇടാം. ആ ഒരു മാങ്ങ ഫുള്ളും ഞാൻ എടുത്തിട്ടുണ്ട്. ജീരകം കുറച്ച്. ഇപ്പം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇപ്പോൾ ഇതാ നമ്മൾ ബജി ഉണ്ടാക്കി. പിന്നെ അതുപോലെ തന്നെ നല്ല ചട്നി, പിന്നെ നല്ല ലെമൺ ടീ. നല്ല മഴയുള്ള സമയത്ത് കഴിക്കാനായിട്ട് ഇത്രയും നല്ല സ്നാക്സ് വേറെ എവിടുന്ന നമുക്ക് ഇതാക്കാൻ പറ്റുക. വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ല ഹെൽത്തി.